വെൽക്കം ടു റേഡിയോ മാംഗോ ടോക്ക് ടൈം. ലേറ്റസ്റ്റ് വിശേഷം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ സാധാരണ ഗസ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം എങ്ങനെയാണ് പറയുക എന്തൊക്കെയുണ്ട് വിശേഷം എന്നല്ലേ. പക്ഷെ ആ വിശേഷമാണ് ഇപ്പൊ നിങ്ങളുടെ വിശേഷം. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരുന്നു വിശേഷത്തിലേക്കുള്ള നിങ്ങളുടെ രണ്ടുപേരുടെയും എൻട്രി? ആദ്യം ചിന്നുനോട് ചോദിക്കാം. എന്നെ വിശേഷത്തിന്റെ സ്ക്രിപ്റ്റ് പറയാനായിട്ട് വിളിക്കുന്നത് ആനന്ദേട്ടനും സൂരജേട്ടനുമാണ്, നമ്മുടെ സംവിധായകൻ സൂരജ്. അപ്പം അങ്ങനെ ഒരു സൂം കോളിലൂടെയാണ് എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുകയും അങ്ങനെ ആ സ്ക്രിപ്റ്റ് കേട്ട് അതിയായ ആഗ്രഹത്തോടു കൂടി ഇതൊക്കെ എന്ത് ഈ സിനിമയുടെ ഭാഗമാകണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വിശേഷത്തിലെത്തി. അങ്ങനെ സജിതയായി. ഈ സജിതയുടെ ഒപ്പം തന്നെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ഹൈ, ഇതാര് ഈ പയ്യൻ, ഇതാരാണ് ഒരു പുതിയ ആളെന്ന് നമ്മളെല്ലാവരും എക്സൈറ്റ്മെന്റോടെ നോക്കി വെക്കുന്ന ഒരാളല്ലേ. പിന്നെ നമ്മൾ തെരഞ്ഞു പോയപ്പോഴാണ് ഒരു മ്യൂസിക് കമ്പോസറാണ്, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഡയലോഗ്സ് എഴുതുന്ന ഒരാളാണ്, നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് പാട്ടിന്റെ ബേസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാന്ന് മനസ്സിലാവുന്നത്. ആനന്ദ് എങ്ങനെയാണ് ഷിജു ഭക്തനായത്? ആദ്യത്തെ അഭിനയം ആണ്. ബേസിക്കലി ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് പൊതുവെ സൂരജേട്ടൻ പറയും കഥ പറയാൻ ആനന്ദിനെ അറിയില്ല, കഥ അഭിനയിച്ച് കാണിക്കാൻ അറിയുള്ളൂ എന്ന് പറയും. ഞാൻ അങ്ങനെയാണ് എൻ്റെ കഥ പറച്ചിൽ. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എന്നോട് സൂരജേട്ടൻ തന്നെയാണ് ചോദിച്ചത്, ആനന്ദനെ ഇതാ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നൊരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ ആദ്യത്തെ 3-4 ദിവസം ഞാൻ ഇവരൊക്കെ ശല്യം ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാനൊക്കെ ആയിട്ടെ. ഒരു കോ ആക്ടർ നമ്മുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് നിങ്ങളുടെ ഇടയിലുള്ള കോമ്പിനേഷൻ സിനിമയിൽ വർക്കായ ചിന്നു? ഈ പറഞ്ഞ 2-3 ദിവസം കുറച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സെറ്റിലായത്. അപ്പൊ നമ്മൾ ആക്ടേഴ്സൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെ അദ്ദേഹവും പിന്നെ ഇരിപ്പായി. പിന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങും സിനിമയുടെ കാര്യവും പല കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ശരിക്കും നമ്മൾ തമ്മിലുള്ള ഐസ് ബ്രേക്ക് നടക്കുന്നത്. പിന്നെ ആനന്ദ് മൻസൂദൻ എന്ന് പറയുന്ന മനുഷ്യനൊരു നല്ല മനുഷ്യനാണ്, കുഴപ്പമില്ല. ഓക്കെ, വീഴും. അതുകൊണ്ട് ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. ആനന്ദൻ എങ്ങനെയായിരുന്നു? ഷീ ഇൻസ്പയർസ് മീ എ ലോട്ട്. ഇതെന്തും അറിയുമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അത് പറ, എന്തെങ്കിലും ഓഫർ എനിക്ക് വാങ്ങി തരുന്ന പകുതി. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാള് നന്നായി ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വളരാൻ തോന്നുമല്ലോ, സ്വാഭാവികം. തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പൊ ചിന്നുവിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ജോണി ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, അൽത്താഫ് അഭിനയിച്ചിട്ടുണ്ട്. അൽത്താഫിന്റെ ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത് അതിഭീകര ടൈമിംഗ് ആണ്. ഇപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്നെ സംബന്ധിച്ചൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. They have contributed a lot to me. ചിന്നുവിന്റെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്റെ അമ്മോ എന്ന് തോന്നിപ്പോകുന്ന ചില ക്വാളിറ്റീസ് ഉണ്ടാവും. ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം കണ്ടാലും ചിന്നു അതിന്റെ നല്ലത് മാത്രമേ എടുക്കുള്ളൂ. ഞാൻ നേരെ തിരിച്ച എന്റെ കുഴപ്പം കണ്ടുപിടിക്കാൻ പോകുന്ന ഒരുത്തരാ. ആണോ ചിന്നു? സി കുട്ടികളെ മോട്ടിവേഷൻ അല്ലല്ല, ഉള്ള കാര്യമാണ്. ഒരു ബെസ്റ്റ് ക്വാളിറ്റി കണ്ടു, ദിസ് ഇസ് ഫൈൻ, ദിസ് ഇസ് ഗ്രേറ്റ്, ഇപ്പോഴത്തെ ആൾക്കാരിൽ ഇത് ഇല്ല എന്ന് തോന്നിയിട്ടുള്ള എന്തായിരുന്നു ആനന്ദിന്? ഇപ്പോഴത്തെ ആൾക്കാരിൽ ഇല്ലെന്ന് തോന്നിയ ചതി എന്നൊക്കെ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പുരാതനമായ ഇല്ല. ആക്ച്വലി ഭയങ്കരമായിട്ട് ഡെമോക്രാറ്റിക് ആണ് അദ്ദേഹം സെറ്റില്. ഓക്കെ. ആക്ച്വലി സിനിമ സെറ്റിൽ ഒരു ഹൈറാർക്കി ഉണ്ട്, ആരും പറയാത്ത ഒരു ഹൈറാർക്കി ഉണ്ട്. അപ്പൊ ആ ഹൈറാർക്കിയിൽ നിന്ന് വർക്ക് ചെയ്യാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ട്, അത് സുരജേട്ടനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ ചുറ്റുമുള്ള ബാക്കി ആ ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ആർക്കാണെങ്കിലും ആ ഫിലിമിനോടും ആ എന്താ പറയാ ആ സെറ്റിനോടും ഒരുപാട് സ്നേഹവും ഇത് നമ്മുടേതാണെന്നുള്ളൊരു തോന്നൽ വരുത്താൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരുപാട് സിനിമകൾ ചിന്നു കമ്മിറ്റ് ചെയ്യുന്നത് എല്ലാ സ്റ്റീരിയോ ടൈപ്പുകളെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് അതിൽ കൊണ്ടുവരാറുണ്ട്, അതിന്റെ മെസ്സേജ് ഒക്കെ കൺവേ ചെയ്യാറുണ്ട്. സോ ഈ ഒരു വിശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ ഫാക്ടർ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചൂസ് ചെയ്യാനുള്ള താല്പര്യം, ഇഷ്ടം എന്താ വന്നേ? ആക്ച്വലി ആനന്ദേട്ടൻ ഈ ചോദ്യം ചോദിക്കുന്നതിലുള്ള പ്രശ്നമുണ്ട്. കാരണം ഞാൻ ലീഡ് ആക്ടർ ആണെന്നുള്ള ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ആ സ്ക്രിപ്റ്റ് കണ്ടിട്ടാണ് ഞാൻ അപ്പൊ ആ സ്ക്രിപ്റ്റിന്റെ ഒരു ബലത്തിലാണ്. പിന്നെ അവിടെ ആര് എന്തെന്നുള്ളത് ഒരു വിഷയമല്ല എന്ന് ഞാൻ ആ സമയത്ത് വിശ്വസിച്ചു, ഇപ്പോഴും വിശ്വസിക്കുന്നു. എനിക്കൊന്ന് ഞാൻ ചെയ്തിട്ടുള്ള മൂവീസ് ഒക്കെ എനിക്ക് കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യപ്പെടുന്നത് ചിലപ്പം അവിടെ എന്നെ കാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത് ശരിക്കും ബ്രേക്ക് ചെയ്ത ഫിലിം മേക്കേഴ്സും അത് കാണാൻ പോകുന്ന ഓഡിയൻസുമാണ്. അത് ഭയങ്കരമായിരുന്നു. താങ്ക് യു. ബേസിക്കലി എന്താണ് ഒരു മലയാള സിനിമയായാലും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയായാലും ഒരു നായകന്റെ ക്വാളിറ്റീസോ അല്ലെങ്കിൽ ദിസ് ഷുഡ് ബി എ നായകൻ, ഇങ്ങനെയായിരിക്കും ഒരു നായകൻ എന്ന് പറയുമ്പോൾ ചിന്നുവിന് എന്തൊക്കെ പറയാൻ പറ്റും അതിലേക്ക്? എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ജീവനോട് ഉണ്ടാവുകയും ഒരു ജീവിതം ജീവിക്കുകയും ചെയ്ത ആരും നായകനും നായികയും ആകാൻ. കാരണം
ലൈക് നമ്മുടെ ഫിലിമിന്റെ ടീസർ പോയതെല്ലാം നമ്മൾ ഓരോരുത്തരും നായകനും നായികയുമാണ്. അതെ. ഇനി നായികയിലേക്ക് വരുമ്പോ എങ്ങനെയാണ് നമ്മുടെ ഒരു നായിക എന്ന് പറയുമ്പോ ആനന്ദിന്റെ കോൺസെപ്റ്റില് നമുക്ക് ഇഷ്ടമുള്ള പോലെ സന്തോഷമായിട്ട് ഒരാൾ ജീവിതം ജീവിച്ചു തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ജീവിതത്തിലെ നായികയാണ്. അതിനപ്പുറം വേറൊന്നുമില്ല. മറ്റാർക്കെങ്കിലും നായകനോ മറ്റാർക്കെങ്കിലും നായികയായി തോന്നുക എന്നുള്ളതിനെക്കാളും ഉപരി എനിക്ക് തോന്നുന്നു അവനവന്റെ ജീവിതത്തിൽ അവനവൻ തന്നെയാണ് നായകൻ എന്നുള്ള ബോധ്യത്തിലേക്ക്, അല്ലെങ്കിൽ നായിക എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് അതിന്റെ ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിന്റെ ഇടയിൽ എന്തോ മറന്നുപോയി. എടാ ഒരു മിനിറ്റടാ, ഞാൻ തിരിച്ചു വരാവേ. ചിന്നു ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത് അനുരാഗ കരിക്കിനുള്ളത്തിലൂടെയാണ്. ഖാലിദ് റഹ്മാന്റെ സിനിമയാണ്. അതിൽ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, എനിക്ക് യാതൊരു തരത്തിലുള്ള സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, പക്ഷെ കുട്ടിക്കാലം മുതലേ ഞാൻ സ്വപ്നം കാണുന്നത് സിനിമയാണ്. എങ്ങനെയാണ് ഈ സിനിമ കാണാൻ സ്വപ്നത്തിലേക്ക് ഒരു മോട്ടിവേഷൻ വന്നത്? അല്ല, സ്വപ്നം കാണാൻ ചോദ്യം തെറ്റിപ്പോയി. ഒന്നുകൂടെ സ്വപ്നം കാണാൻ മോട്ടിവേഷൻ കണ്ടിന്യൂ. ഇതെങ്ങനെയാണ് ആ ഒരു സ്വപ്നം വന്ന സിനിമയെ കുറിച്ചുള്ളത്? അത് കുഞ്ഞിലെ എനിക്ക് തോന്നുന്നു കാണുന്ന സിനിമകളും കേൾക്കുന്ന കഥകളും ഒക്കെ ആയിരിക്കാം. ലൈക്ക് പ്രൈമറി സ്കൂൾ മുതലേ തിയേറ്ററിലും സ്റ്റേജ് പ്ലേസും ഡ്രാമാസും ഒക്കെ ഒരുപാട് ആക്റ്റീവ് ആയിരുന്നു. മോഹൻലാൽ മൂവി കാണുമ്പോൾ അതിനകത്തുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് നമ്മൾ തന്നെ അതിന്റെ ക്യാരക്ടേഴ്സ് ആവുകയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഈ കുട്ടികളൊക്കെ ഉള്ള സിനിമ കാണുമ്പോൾ ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ആ സമയത്ത് ആലോചിക്കായിരുന്നു. അപ്പൊ അന്ന് അങ്ങനെയുണ്ട്. പണ്ട് അങ്ങനെ എനിക്കും ചില സമയത്തൊക്കെ ഇത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതിനെ ഞാൻ തകർത്തേനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ കൊണ്ടു നടന്ന് കുറെ നാള് കഴിഞ്ഞ് ഞാൻ ഒരു ഷോ, ആക്ച്വലി ഒരു ഷോവിന്റെ ഇടയ്ക്കാണ് നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ കാണാനിടയാവുന്നത്. എന്നിട്ട് അദ്ദേഹം ആണ് ഓഡിഷന് വിളിക്കുന്നത് അനുരാഗ് കരിക്കുമ്പള്ളത്തിന്റെ. അപ്പൊ അങ്ങനെയാണ് സിനിമയിലേക്ക് വന്ന ശേഷമാണെങ്കിലും അല്ലെങ്കിൽ സിനിമ സ്വപ്നം ആയിരുന്ന ഒരു സമയമാണെങ്കിലും ഈ ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും സിനിമയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ ചിന്നു? ഇപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് സിനിമകൾ നോക്കി ഇങ്ങനെ ലൈക്ക് നമ്മളിങ്ങനെ ഭയങ്കര ഓസ്ട്രക്ക് ആയിട്ടിരുന്ന് കാണുന്ന ഓർമ്മയുണ്ട്. പേരെടുത്ത് പറയാനുള്ള ഓർമ്മയില്ല, അത് ഇന്ന് പറയാനുള്ള ധൈര്യവും ഇല്ല. അല്ല, നമ്മുടെ ആഗ്രഹമാണല്ലോ. എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇനി ഞാൻ പറയാം, ഇനി എനിക്ക് ചെയ്യാവുന്ന ആഗ്രഹമുള്ള സിനിമാ ജോണറുകൾ ഞാൻ പറയാം. എനിക്കൊരു സൂപ്പർ ഹീറോ ആവണം, എനിക്കൊരു ഫുൾ ഔട്ട് റൈറ്റ് ഫൈറ്റിൽ ഇത് ചെയ്യണം, പിന്നെ എനിക്ക് ഔട്ട് റൈറ്റ് റൊമാൻറ്റിക് ഫിലിം ചെയ്യണം, സൈക്കോ ആവണം, പോലീസായി, ഓക്കെ ശരി, അങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ ട്രെയിലർ കണ്ടു തുടങ്ങുന്ന സമയത്ത് സെക്കൻഡ് ആണ് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡു യു റിയലി ബിലീവ് ഇൻ സെക്കൻഡ് ചാൻസ്? സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ. അതെ, നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വീണ്ടും മാറ്റി ചെയ്യാൻ പറ്റുന്ന, എനിക്ക് അതിനുള്ള ധൈര്യം നമുക്ക് വരുന്ന സമയം ചിലപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന സമയമായിരിക്കില്ല, നമ്മൾക്ക് വിചാരിക്കുന്ന സമയത്തിനപ്പുറമായിരിക്കും ആ ധൈര്യം നമുക്ക് വരുന്നത്. അപ്പം ആ ധൈര്യം വരുന്ന സമയത്ത് ബാക്കിയൊന്നും നമുക്കൊരു വിലങ്ങ് ആകരുത്. അപ്പം ആ സമയത്ത് ഗോ ഫോർ യുവർ സെക്കൻഡ് ചാൻസസ് എന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. ആനന്ദനോ? എപ്പോഴെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ തിരുത്താൻ പറ്റുമെന്ന് തോന്നിയാൽ ആ സമയം അതൊരു പ്രശ്നമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് തിരുത്താം ആ ഒരു കാര്യം. ഇപ്പോൾ പിന്നോട്ട് പോയി അത് മാറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അത് മാറ്റിയാൽ പോലും കുറേ വ്യത്യാസം വരും. ആ ബോധം ഉണ്ടാവാൻ എടുക്കുന്ന ആ സമയത്തെയാണ് ഞാൻ സെക്കൻഡ് ചാൻസ് എന്ന് വിശ്വസിക്കുന്നത്. ഇത്രയും കാലം തെളിയാത്തൊരു ബോധം പെട്ടെന്ന് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഇതായിരുന്നല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വിഡ്ഢിത്തരം എന്ന് തോന്നിയാൽ പോലും അതൊരു സെക്കൻഡ് ചാൻസ് ആണ്. വിശേഷമായില്ലേ എന്ന് എല്ലാവരോടും ചോദിച്ചുകൊണ്ട് കിടക്കുകയും എന്ന ഒരു പോയിന്റിൽ നമ്മൾ ട്രെയിലർ കാണുന്ന പോലെ തള്ളേ നിങ്ങൾക്ക് ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇങ്ങനെ നിങ്ങളോട് ചോദിച്ച് കേട്ട് മടുത്തിട്ടുള്ള ഒരു ചോദ്യം എന്താ? അടുത്ത പടം അത് ആക്ച്വലി ഭയങ്കര അതും നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ പടത്തിന്റെ പോസ്റ്ററൊക്കെ അപ്ലോഡ് ചെയ്ത് അതിന്റെ സ്റ്റോറി ആയിട്ടാണ് അടുത്ത പടം ക്വസ്റ്റ്യൻ മാർക്ക്. ഞാൻ ഈ പടം അത് ആക്ച്വലി അത് കുറച്ച് റെലവെന്റ് ആയിട്ട്. ഞാനൊക്കെ എന്റെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ആയിരിക്കും നമ്മൾ പോയി 2 ദിവസം പരിസരത്ത് നടക്കുക. അപ്പൊ ഏതെങ്കിലും അമ്മാവ് മുന്നേ വന്നിട്ട് പണിയൊന്നുമില്ലല്ലേ, നമ്മുടെ നടന്നാ മതിയോ, ഒരു പണിയില്ലല്ലേ എന്നുള്ളവരെ. അപ്പൊ ആ ചോദ്യത്തിന്റെ ഒരു അതിന്റെ ഫ്രെയിം വർക്ക് അടിപൊളിയാണ്. അടുത്തത് ഏതാന്നല്ല ചോദിക്കുക, പണിയൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുക. അപ്പൊ അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആ ചോദിക്കുന്ന ആൾക്ക്. ഇല്ലാന്ന് പറയുമ്പോൾ അതെ. പിന്നെ ഈ ചോദ്യം കൊണ്ടൊക്കെ പുള്ളി വീട്ടിലോട്ട് പോകുമ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടോന്നുള്ളത് നമുക്ക് അറിയില്ല. പുള്ളി അപ്പൊ തന്നെ മറന്നു പോകുന്ന കാര്യമായിരിക്കും. എന്നാലും തരുന്നൊരു ചോദ്യം അല്ല. ഇപ്പൊ പോണ വഴി നമ്മുടെ മറ്റേ ആനന്ദിന്റെ പറഞ്ഞു, പോണ വഴി വേറൊരാൾ കാണുമ്പോ നമ്മുടെ മധുസൂദന്റെ പയ്യനില്ലേ, അവൻ അവനെന്ത് ചെയ്യണേ അങ്ങനെ പറയുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഒരു സുഖം, ഒരു മനസ്സുഖം, ഒരു മനസ്സുഖം അതാണ്.
ഇപ്പൊ ചിന്നുവിന്റെ ഇൻസ്റ്റഗ്രാം ബയോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഞാൻ വായിക്കാം. ചിന്നു ചാന്ദ്രി, ആക്ടർ, പ്രൊഫഷണൽ ഡ്രീമർ. ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലി സ്വപ്നം കണ്ട് അതിന് സജഷൻ കൊടുക്കുന്ന ഐഡിയാസ് പറയുന്ന ആളാണ്. ഞാൻ സ്വപ്നം കണ്ടിരുന്ന എല്ലാം ഇന്ന് എനിക്ക് ആൾക്കാർ പൈസ ഇങ്ങോട്ട് തന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാൻ ഒരു പ്രൊഫഷണൽ ഡ്രീമർ ആണല്ലോ, അല്ലേ? അടുത്തത് ഏലിയൻ പാർട്ട് ടൈം ഹ്യൂമൻ. അതെന്താ സംഭവം? അത് ഇവിടെ നമ്മുടെ കമ്മിറ്റിയിലുള്ള ആൾക്കാർ വേറെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ലുമിനാറ്റി കമ്മിറ്റിയിലൊക്കെ ഉള്ള പോലെ തന്നെ പാർട്ട് ടൈം അല്ല, അത് ആക്ച്വലി ഈ പറയുന്ന ഹ്യൂമൻ ആയിട്ട് സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറിയ അല്ല, എനിക്ക് മനസ്സിലായില്ല എന്താണ്. നമ്മുടെ കമ്മിറ്റി നമുക്ക് പോലെ മനസ്സിലാവില്ല. അല്ല, ഇപ്പം നമ്മള് പുറത്ത് സൊസൈറ്റി ആയിട്ട് ഇങ്ങനെ ഇടപഴകണം, ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ പെരുമാറ്റം, ഒരാളെ കണ്ടാൽ ഇന്നത് ചോദിക്കണം, അങ്ങനത്തെ കുറച്ച് ഒരു ആരും എഴുതപ്പെടാത്ത ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ബ്ലൂ പ്രിന്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് കാരണം ഞാൻ പുറത്തു പോകുമ്പോൾ ഭയങ്കര ഓക്വേർഡാണ്. അപ്പം ഞാനൊരു ഏലിയൻ ആണെന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ ഞാനൊരു ഹ്യൂമൻ ആവേണ്ട ഭാരം എനിക്കില്ലല്ലോ. ഓക്കെ, ആനന്ദേട്ടാ, നമുക്കെന്നാ എങ്ങനെയാന്ന് വെച്ചാ മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, അധികം എക്സ്പ്ലനേഷനിലേക്ക് പോണ്ട. അതാണ് എനിക്ക് നല്ലത്. മോസ്കിറ്റോ നിഞ്ച. എനിക്ക് കൊതുകുകളെ കൊല്ലാൻ ഭയങ്കര കഴിവാ. സത്യം, മറ്റേ ലെവലിലുള്ള സൈദ്ധാന്തികത ഡീറെയിലായി പോകുന്നു എന്റെ പബ്ലിക് പെർസെപ്ഷൻ. ഇല്ലില്ല, ആ ഉറക്കത്തിലൊക്കെ സ്പൈഡർമാനൊക്കെ ഉള്ള പോലെ. യെസ്, നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമില് റീല് കണ്ടിട്ടുണ്ട്, ഈ നമ്മളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന കൊതുകളെ കണ്ടുപിടിച്ച് മറ്റേ ബാറ്ററി ഒക്കെ വെച്ച് കൊല്ല, പിന്നെ പാട്ട് കേൾപ്പിച്ച് ഇയർഫോൺ വെപ്പിച്ച് കൊല്ല. ആനന്ദന്റെ അതേപോലെ ഒളിച്ചിരിക്കുന്ന എന്തെങ്കിലും കഴിവുണ്ടോ? ഇനി എന്ത് ഒളിച്ചിരിക്കാൻ എല്ലാം നാട്ടുകാരറിഞ്ഞു. പാട്ടും എഴുത്തും അഭിനയവും. ഈ മസ്കിറ്റോ ഇതൊക്കെ നിങ്ങളെ കൂട്ടത്തിൽ കഴിവാണെങ്കിൽ അതൊക്കെ ഒളിച്ചിരിക്കുന്ന കഴിവുകളാണ്. അതുകൊണ്ടല്ലേ ഞാൻ പോയി ആൾക്കാരെ അറിയിക്കുന്നത് എന്റെ ബയോയിലൊക്കെ ഇട്ട്. വിശേഷം സിനിമയില് ഷിജു ഭക്തർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. സോ ഷിജു സ്വന്തം ലൈഫിലേക്ക് വരുമ്പോൾ ആനന്ദ് ആകുമ്പോൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും മോട്ടിവേഷണൽ മന്ത്രം ഉണ്ടോ, അല്ലെങ്കിൽ ഇതാണ് എന്റെ മോട്ടിവേഷൻ എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടോ? ഒരു ഡിസൈൻ വർക്ക് ആയിട്ട് തോന്നാറുണ്ട് ലൈഫ്. കൃത്യമായിട്ട് ഇന്ന ആളെ ഞാൻ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ ഈശ്വരഭക്തിയുള്ള ആൾക്കാരുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും, ഒരു കാര്യം നഷ്ടപ്പെടുമ്പോഴും ഇതേ ഈശ്വരൻ അല്ലെങ്കിൽ എന്താണോ അവർ ഓരോരുത്തരും വിചാരിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ആ നഷ്ടവും വരുത്തുന്നത്. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അതെ, ഞാൻ ഇപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. കാരണം അപ്പുറത്ത് വേറൊരു കാര്യം തരും. അപ്പോൾ എല്ലാം ഒരേപോലെ സംഭവിക്കണം എന്നുള്ളത് മനുഷ്യന്റെ സാധാരണഗതിക്കുള്ളൊരു ആഗ്രഹമാണ്. നമ്മൾ ചിലപ്പോൾ വീണു പോകും, പക്ഷെ ആ വീഴ്ച ആവശ്യമുള്ളതുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്. ഇപ്പോൾ ഐ ബിലീവ് ഇൻ ദിസ് കൈൻഡ് ഓഫ് ഡിസൈൻസ് റൈറ്റ്. ചിന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനൊരു പ്രൊഫഷണൽ ഡ്രീമർ ആണല്ലോ, എന്റെ സ്വപ്നങ്ങളാണ് എന്റെ മോട്ടിവേഷൻ. സിമ്പിൾ ആസ് ദാറ്റ്. ഇനി അച്ചീവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടോ ആ ബക്കറ്റ് ലിസ്റ്റില്? എനിക്ക് അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളതിന്റെ 1% പോലും ഞാൻ അച്ചീവ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വരും ദിവസങ്ങളിൽ വലിയൊരു വിശേഷമായിട്ട് അച്ചീവ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us on റേഡിയോ ബാങ്കോ. താങ്ക് യു.